പ്ലഗ് ആൻഡ് പ്ലേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ ഈ ബ്രസയ്ക്കകത്ത് ഫിറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഫുൾ ഫിറ്റിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു, കാര്യം ഒറ്റയ്ക്ക് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൈഡ് മിറർ, ഫ്രണ്ട് ക്യാമറ, പിന്നെ ബാക്ക് ക്യാമറ, അങ്ങനെ 4 ക്യാമറയാണ് വയ്ക്കുന്നത്. 2 സൈഡ് മിററിലായിട്ട് 2 ക്യാമറകളും ഈ കാണുന്ന കണക്ക് ബാക്ക് നമ്പർ പ്ലേറ്റിലും ഫ്രണ്ട് നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ഓരോ ക്യാമറകളും വെച്ചിട്ടാണ് ഈ ക്യാമറ കാലിബ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. അതിൻ്റെ വ്യൂ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് ആൻഡ്രോയിഡ് സിസ്റ്റത്തിലാണ് ഇൻബിൽഡ് 360 ഡിഗ്രി ക്യാമറ വരുന്ന ആൻഡ്രോയിഡ് DHCയുടെ ആൻഡ്രോയിഡാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ 4 ക്യാമറയും കാണാൻ പറ്റുന്നുണ്ട്. റെഡ് കളർ ഹാഷ് ബാക്ക് വണ്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഹാഷ് ബാക്ക് വണ്ടിയാണ്, ബ്രസയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള വ്യൂ തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഓരോ നമുക്ക് ടച്ച് സ്ക്രീനിൽ തന്നെ നമുക്ക് ഫ്രണ്ട്, ബാക്ക്, സൈഡ് ഏത് ക്യാമറ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇതുപോലെ ഈ 3D ടൈപ്പ് ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡിക്കി ഉണ്ട്, കറക്റ്റ് ആ മതിലിൻ്റെ കറക്റ്റ് സൈഡിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ എപ്പോഴാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് വ്യൂ വരും. ഇപ്പം ബാക്ക് മതിലിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് അതിൽ റിവേഴ്സ് കാണാൻ പറ്റും. റിവേഴ്സ് ഗിയർ എപ്പോൾ ഇട്ടാലും ക്യാമറ നേരെ അങ്ങോട്ട് പോകും. അതാണ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂവും, റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ആകുമ്പോൾ റൈറ്റ് സൈഡ് വ്യൂവും വരും. ഇനി ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ ഇന്ന് സെഡാൻ ഓപ്ഷൻ ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ വെറുതെ ഒന്ന്. ഇനി ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ബാക്ക് വ്യൂ സെലക്ട് ചെയ്തിട്ടുകൊണ്ടാണ് ബാക്ക് കാണുന്നത്. കാര്യം ബാക്കിലാണ് കൂടുതൽ ഞെരുക്കം തോന്നുന്നതെങ്കിൽ നമുക്ക് ബാക്ക് മാത്രമായിട്ട് കാണും. ഇപ്പോൾ ഫ്രണ്ടിലോട്ടാണ് വണ്ടി ഞാൻ മൂവ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ആ സൈഡിലെ പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിൻ്റെ അവിടം കൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും. സൈഡ് ആ ഒരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റും നമ്മളെ വണ്ടിയായിട്ടുള്ള എത്ര അകലം ഉണ്ടെന്നുള്ളത് കറക്റ്റ് ആ ബേർഡ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ടും ഒരു തടസ്സം ഉള്ളതാണ്. അപ്പോൾ ആ തടസ്സവും നമുക്ക് കാണാം, ഒടിഞ്ഞ് പോവോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് നേരെ അല്ലാതെയും കാണാം. എന്നിട്ട് അതുപോലെ തന്നെ റിവേഴ്സ് എടുത്തിട്ട് നമുക്കിതുപോലെ പോകുമ്പോഴത്തേക്കും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്തൊരു വേണോ വെച്ചാൽ നോക്കി കണ്ട് വളച്ച് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ സിസ്റ്റത്തിൻ്റെ മെയിൻ ഉപയോഗം. നമ്മുടെ സ്ക്രീനിൽ തന്നെ നമുക്കിതെല്ലാം കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റാത്ത ബ്ലൈൻഡ് സ്പോട്ട് ആയിട്ടുള്ള പല ഭാഗങ്ങളും നമുക്കിതുപോലെ കാണാം. ഭയങ്കര ഒരു ഉപയോഗമുള്ളൊരു ആക്സസറിയാണ് ഈ 360 പാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ബേർഡ് വ്യൂ ആണ്. ഇപ്പം മോളിൽ നമ്മൾ എങ്ങനെ നോക്കിയാൽ കാണാവുന്ന ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ബെനിഫിറ്റാണ് ഈ ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. എൻ്റെ ചാനലിൽ തന്നെ ഏകദേശം ഒരു 7ഓളം വണ്ടികൾക്ക് ഞാൻ 360 ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാം 3D ഉണ്ട്, 2D ഉണ്ട്. 2D എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും വണ്ടിയൊന്നും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതാകുമ്പം വണ്ടി നമ്മളൊരു വണ്ടി തന്നെ പോകുന്നതായിട്ട് നമുക്ക് കറക്റ്റ് കണ്ട് ഇതുപോലെ കാണാൻ പറ്റും. അതതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ വണ്ടികൾ, ബ്രസ, ക്രെറ്റ അതുപോലത്തെ വണ്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഉപയോഗമാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.